ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു ടിപ്പ് ഇതുപോലെ മൈദപ്പൊടി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആട്ടപ്പൊടിയൊക്കെ നമ്മൾ തരിച്ചിട്ടാണ് ഉപയോഗിക്കുക അല്ലെ. വല്ല ചെള്ളോ പ്രാണികളോ ഒക്കെ ഉണ്ടോ എന്നുള്ള കൊണ്ട് തന്നെ നമ്മൾ തരിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് പൊടിയിടാറാണ് പതിവ്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതുപോലെ പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് സാധാരണയാണ്. നമ്മൾ കുറച്ച് എത്ര വലിപ്പമുള്ള പാത്രം എടുത്താലും ഇതുപോലെ അത്യാവശ്യം പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഇനി പറയുന്നത്. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം പോലും പൊടി പുറത്തേക്ക് പോകാതെ സംരക്ഷിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പൊ അതിനായി ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കുന്ന അഥവാ എത്രയാണോ പൊടി എടുക്കുന്നത്, ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ അത് അതുപോലെ തന്നെ പെട്ടെന്ന് കമഴ്ത്തുക. ഇതുപോലെ കമഴ്ത്തിയതിന് ശേഷം പതിയെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ശരിക്കും പൊടി നന്നായി അടിയിലേക്ക് വീഴുന്നുമുണ്ട്, എന്നാൽ ഒരു തരി പോലും പുറത്തേക്ക് ആവുകയും ഇല്ല. കണ്ടോ? ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജസ്റ്റ് അതിന്റെ കറക്റ്റ് നടുവിലായി നിങ്ങൾക്ക് കിട്ടും. പൊടി ഞാൻ ഏകദേശം ഇത്ര പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കണ്ടോ? നല്ലോണം പൊടി അതിലേക്ക് പോയി, ഒരല്പം പോലും പുറത്താവാതെ. അപ്പൊ ഇത് അതിന് സഹായിക്കുന്ന നല്ലൊരു പാത്രമാണ് കേട്ടോ. ഇനിയിപ്പോ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ആയാലും മതി. ആ ഗ്ലാസ് ഉപയോഗിച്ചിതാ നിങ്ങൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഒരു തുള്ളി പുറത്തു പോവാതെ നിങ്ങൾക്ക് പൊടി സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇനി മുതൽ ഇങ്ങനെ അരിപ്പയിൽ അരിച്ച് പൊടി പുറത്തു തൂക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് പറയുന്നത്, ഞാനിപ്പോ ഗീ റൈസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ അല്പം ഉപ്പ് കൂടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനായി ഒരു ടിപ്പ്. ദേ കണ്ടോ, വലിയുള്ളി പൊങ്ങി വരുന്നത് കഷ്ണം കഷ്ണമായി. അതെ, ഇതാണ് വില്ലൻ. അതെ, നെയ്ച്ചോറിലൊക്കെ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഇനി കറികളിലും ഒക്കെ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഉപ്പിനെ വലിച്ചെടുക്കാൻ നന്നായി പ്രയത്നിക്കുന്ന ആള് തന്നെയാണ് നമ്മുടെ വലിയുള്ളി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ വലിയുള്ളി 4 മുറിച്ചിട്ട് നിങ്ങൾക്ക് 4 ഭാഗത്ത് നന്നായി ചോറിനിടയിൽ പൂഴ്ത്തി വെക്കുക. അങ്ങനെ പൂഴ്ത്തി വെച്ചതിന്റെ മുകളിൽ ചോറിട്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചു നേരം വെച്ചാൽ തന്നെ നന്നായി ഉപ്പ് വലിച്ചെടുക്കും. അപ്പൊ ഇനി മുതൽ ബിരിയാണിയിലോ നെയ്ച്ചോറിലോ ഒക്കെ ഒരു അല്പം ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ന് കരുതി ഒരുപാട് ഉപ്പൊന്നും വലിച്ചു വാരി ഇടേണ്ട കേട്ടോ. ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഫലപ്രദമാണ്. ഇതുപോലെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുത്താൽ മതി, ഉപ്പിനെ വലിച്ചെടുക്കും.